ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കുറേ ചേരുവകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദോശയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും, പക്ഷേ ഞാനിതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും ഗോതമ്പ് പൊടി മാത്രമായിട്ടും തയ്യാറാക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയുടെ അളവ് എത്രയെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി അളവിൽ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ പാൽ ചേർത്താൽ മതി. എൻ്റെ അടുത്ത് പാൽ കുറവായതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ചേർത്തിട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടികൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക, കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ കലങ്ങി കിട്ടും. പക്ഷേ ഇങ്ങനെ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴും പെട്ടെന്ന് ആവാറുണ്ട്. 2 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പാൽപ്പൊടി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാൽ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലോട്ട് നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരളവിലേക്കാണ് 2 മുട്ട. നിങ്ങളിതിൽ പകുതി അളവ് എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട ചേർത്താൽ മതി, അപ്പോൾ ഒക്കെ പകുതിയാക്കിയാൽ മതി. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ ഒക്കെ പകുതിയാക്കിയിട്ട് എടുക്കുക. എല്ലാം മിക്സാക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചീസാണ്. മൊസറല്ല ചീസോ ക്രീം ചീസോ ചേർത്ത് കൊടുക്കാം. രണ്ടായാലും ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇന്ന വെജിറ്റബിൾസ് എന്നൊന്നുമില്ല, ഏതിട്ട് കൊടുക്കുക. കേബേജ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം, ഒരുവിധം വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കോളിഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കേബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയാണ്. തക്കാളി കൂടുതൽ അളവിൽ ചേർക്കരുത് കേട്ടോ. ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്, കൂടുതൽ അളവ് ചേർക്കാൻ ഞാൻ മതി. ഇനി ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പുതിനയില ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. കറിവേപ്പില ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് നമുക്ക് എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി കുരുമുളക് പൊടി ചേർത്തതാണ്, അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചോളും, ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചോളും, അറിയേയില്ല മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റ്. ഇവിടെ തോരൻ വെച്ചാലൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി. ഇപ്പോൾ ഞാൻ മുരിങ്ങയില ഒരു 4 തണ്ട് ഊരി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം. സാധാരണ ദോശ ചുടുന്നത് പോലെ പരക്കാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്ത കാരണം പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കഴിയുന്നതും റൗണ്ട് ഷേപ്പ് ആക്കാൻ നോക്കുക. ആവാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിതുപോലെയാണ് കിട്ടിയത്. പക്ഷേ ഷേപ്പിലല്ലല്ലോ കാര്യം, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ പരത്തിയതിന് ശേഷം ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, കാരണം ഇത് ചീസും വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് കുക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. അത് തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു 2 മിനിറ്റ്. അതിന് ശേഷം എടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ, എന്നാലേ ശരിക്കും കുക്കായി കിട്ടുള്ളൂ.
ഇതിൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ നമ്മൾ ദോശ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവും ചെയ്യും. ടേസ്റ്റും ഉണ്ട്, കഴിക്കാൻ നല്ല ഹെൽത്തിയുമാണ്. കാരണം പാലും മുട്ടയും ചീസും എല്ലാം ഒരുവിധം വെജിറ്റബിൾസ് ഫുള്ള് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിലിന് പകരം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഞാൻ ഇത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.